അപ്പോൾ ഷെയ്ത്താൻ എന്ന സിനിമ നമ്മളോട് പറയാതെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് അപരിചിതരെ വീടിനകത്തേക്ക് ക്ഷണിക്കാതിരിക്കുക. അതിൽ കുറഞ്ഞുള്ള അതിഥി ദേവോഭവയ്ക്ക് മതി. പറ്റിയാൽ അവരെ വെളിയിൽ നിന്ന് തന്നെ സംസാരിച്ച് മടക്കി അയക്കുക. രണ്ടാമത്തെ കാര്യമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഹലോ, ക്യൂൻ, സൂപ്പർ 30 ഒക്കെ പോലെ കുറെ നല്ല സിനിമകൾ, വ്യത്യസ്തമായ സിനിമകൾ തന്നിട്ടുള്ള വ്യക്തിയാണ്, ഡയറക്ടറാണ് വികാസ് ബേൽ. അദ്ദേഹം ഇത്തവണ വന്നിരിക്കുന്നത് ഗുജറാത്തി സിനിമയായ വർഷിന്റെ റീമേക്കുമായിട്ടാണ്. സിനിമയുടെ പേരാണ് ഷെയ്ത്താൻ. നായകൻ അജയ് ദേവഗൺ, വില്ലൻ ആർ മാധവൻ, നായിക ജ്യോതികയാണോ ജാൻകി ബോഡിവാലയാണോ എന്ന് നിങ്ങൾ സിനിമ കണ്ടു തന്നെ തീരുമാനിക്കുക. ജാൻകി ബോഡിവാലയാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും വഷ് എന്ന ഗുജറാത്തി വാക്കിന്റെ അർത്ഥം അനുസരണയുള്ളത് അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയത് എന്നൊക്കെയാണ്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കഥയും. കീഴ്പ്പെടുത്തപ്പെട്ട ഒരു പെൺകുട്ടിയും അവളുടെ കുടുംബവും, അതാണ് കഥ. അജയ് ദേവഗൺ ദൃശ്യം ചെയ്തതിന് ശേഷം ഫാദർ റോൾ ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു അച്ഛന്റെ റോൾ തന്നെയാണ്. അച്ഛനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം. അല്ലെങ്കിലും സന്തുഷ്ട കുടുംബത്തിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് കാണാനൊരു രസം തോന്നുന്നത്. അല്ലെങ്കിൽ ആൾറെഡി പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബത്തിലേക്ക് പുതിയൊരു പ്രശ്നം വന്നാൽ 100ന്റെ കൂടെ ഒന്നുകൂടെ ചേർന്ന് 101 ആവും, അത്രയേ ഉള്ളൂ. പക്ഷേ സന്തുഷ്ട കുടുംബമാകുമ്പോൾ പ്രശ്നം വന്നാൽ നമുക്കും വിഷമം വരും, നമ്മളും ടെൻഷനിലാവും. അപ്പോൾ പ്രശ്നം വേണമെങ്കിൽ സന്തുഷ്ട കുടുംബം വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. അവരൊന്നുകിൽ യാത്ര പോകണം, അതല്ലെങ്കിൽ പുതിയൊരു വീട് വാങ്ങി അങ്ങോട്ട് താമസമാണ്. അതായത് അവർ താമസിക്കാൻ പോകുന്ന സ്ഥലം, യാത്ര പോകുന്ന സ്ഥലം, പുതിയതായിട്ട് വാങ്ങുന്ന വീട്, അതൊക്കെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്തായിരിക്കണം. അയൽക്കാരുണ്ടാവാൻ പാടില്ല. എങ്കിലേ ഹൊറർ സിനിമകൾക്ക് ഒരു മൂഡ് കിട്ടൂ. അല്ലെങ്കിലും കറണ്ട് വന്നതിന് ശേഷമാണല്ലോ ഒടിയനും മാടനും മറുതയും കുട്ടിച്ചാത്തനും ഒക്കെ ഇല്ലാതായത്. അതിനു മുമ്പ് ചാത്തനേറും സംഭവങ്ങളും ഒക്കെ സാധാരണമായിരുന്നു. രാത്രി വെറുത്തുപോക്ക് ഒരു നിത്യ സംഭവമായിരുന്നു. കറണ്ട് വന്നതോടുകൂടി അതില്ലാതെയായി. അതേപോലെയാണ് ഹൊറർ ജോണറിൽപ്പെട്ട സിനിമകളുടെ കാര്യവും. ഷെയ്ത്താനും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടാണ്, അങ്ങോട്ടേക്കാണ് ഇവർ ഹോളിഡേ സെലിബ്രേറ്റ് ചെയ്യാൻ എത്തുന്നത്. അങ്ങനെ ഹോളിഡേ പോകുന്ന ആ സന്തുഷ്ട കുടുംബത്തിലേക്ക് വിളിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വരുന്നു. ആ അതിഥിയെ എങ്ങനെ നേടും എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതെ, ദൃശ്യത്തിൽ ആ ബേസിക് ടെംപ്ലേറ്റ് തന്നെയാണ്. ദൃശ്യത്തിന് ശേഷം അജയ് ദേവഗണിന് ഈ അച്ഛൻ ക്യാരക്ടർ ചെയ്യാൻ കൂടുതൽ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ 2 പെൺമക്കളായിരുന്നെങ്കിൽ ഇവിടെ മൂത്തതൊരു പെൺകുട്ടിയാണ്, രണ്ടാമത്തേത് ആൺകുട്ടിയും. അമ്മ ജ്യോതികയാണ്. മകളായി എത്തിയിരിക്കുന്നത് ജാൻകി ബോഡിവാലയാണ്. ജാൻകി ബോഡിവാലയാണ് ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ. ഗുജറാത്തി സിനിമയായ വഷിലും ജാൻകി തന്നെയാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ കടന്നു വരുന്ന അതിഥി വില്ലൻ ആർ മാധവനാണ്. നമ്മൾ ചോക്ലേറ്റ് ഹീറോ ആയിട്ടും സിമ്പിൾ റോളുകളിൽ മാത്രം കണ്ടിട്ടുള്ള ആർ മാധവൻ ഇവിടെ ഒരു കൊടൂര വില്ലനാണ്. ആ വില്ലത്തരം, ആ ക്രൂരത കണ്ണിലൂടെ കൺവേ ചെയ്യാൻ കൃത്യമായിട്ട് മാധവന് കഴിഞ്ഞിട്ടുണ്ട്. മാധവന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നായിരിക്കും വൻരാജ് എന്ന വില്ലൻ. ഹൊറർ സിനിമകളിൽ നമ്മൾ കാണുന്നത് പോലുള്ള ജംപ് സ്കെയറും മറ്റും കാര്യങ്ങളും തന്നെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ അത്തരം സീൻസിനെ എലവേറ്റ് ചെയ്യാൻ ഇതിന്റെ സിനിമാറ്റോഗ്രാഫിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും കഴിഞ്ഞിട്ടുണ്ട്. ടെക്നിക്കാലിറ്റിയിൽ ഈ സിനിമ വളരെ മികച്ചതാണ്. എന്നാൽ കോൺസെപ്റ്റിന്റെ കാര്യം വരുമ്പോൾ ബേസിക് ഇതിന്റെ കോർ കോൺസെപ്റ്റ് എന്നുള്ളത് ഒരു ഫ്രഷ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പക്ഷേ അത് ഓവറോൾ ചെയ്തു വന്നപ്പോൾ എൻഗേജിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫും സ്ലോപ്പി ആയിട്ടുള്ള സെക്കൻഡ് ഹാഫുമാണ് സിനിമയുടെ ആകെത്തുക. ആക്ടേഴ്സിന്റെ പെർഫോമൻസിനെ എടുത്തു നോക്കുകയാണെങ്കിൽ വൻരാജ് എന്ന വില്ലൻ തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. ആർ മാധവൻ ആ കഥാപാത്രത്തെ വേറിട്ട ലെവലിൽ ഗംഭീരമാക്കിയിട്ടുണ്ട്. അജയ് ദേവഗണിന് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലായിരുന്നില്ല. ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ എടുത്ത് ഷെയ്ത്താനിലേക്ക് വെക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി ഏതറ്റവും വരെയും പോകുന്ന അച്ഛനാണ് കക്ഷി. ജ്യോതിക എന്ന നടി വളരെയധികം ലിമിറ്റേഷൻസ് ഉള്ളൊരു നടിയാണ്. അവർക്ക് പല വികാരങ്ങളും പ്രതിഫലിപ്പിക്കാൻ സിമിലർ എക്സ്പ്രഷൻസ് തന്നെ എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്നു. ഇവിടെയും പ്രത്യേകിച്ച് അവർക്ക് ചെയ്യാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അവർ പെർഫോം ചെയ്തിട്ടുമില്ല. നമ്മുടെ മലയാളത്തിലെ കൾട്ട് ക്ലാസിക്കായ മണിച്ചിത്രത്താഴ് തമിഴിൽ ചന്ദ്രമുഖി ആയപ്പോൾ ആ ചന്ദ്രമുഖിയുടെ മുഖത്തുള്ള വന്യതയും ക്രൂരതയും എല്ലാം എടുത്തു കാണിക്കാൻ വേണ്ടി സംവിധായകന് അടിയിൽ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഇവിടെയും. ഇവിടെ ജ്യോതിക ഒരു സിമ്പിൾ റോളാണ് ചെയ്യുന്നത്. അവരുടെ എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ ഏറെ കണ്ട് മടുത്തതാണ്. ജാൻകി ബോഡിവാല സെൻട്രൽ ക്യാരക്ടറായിട്ട് ഗംഭീര പ്രകടനം തന്നെയാണ് നടത്തിയത്. അതല്ലെങ്കിലും മെയിൻ സിനിമ, അതായത്
വഷ് എന്ന സിനിമയിൽ നിന്ന് ഹിന്ദിയിലേക്ക് വരുമ്പോൾ അതേ നടിയെ ഉപയോഗിക്കണമെങ്കിൽ അവരുടെ പെർഫോമൻസ് അത്ര തന്നെ മികച്ചതായിരിക്കണമല്ലോ. അപ്പോൾ ഷെയ്ത്താൻ എന്ന സിനിമ നമ്മളോട് പറയാതെ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് അപരിചിതരെ വീടിനകത്തേക്ക് ക്ഷണിക്കാതിരിക്കുക. അതിൽ കുറഞ്ഞുള്ള അതിഥി ദേവോഭവയ്ക്ക് മതി. പറ്റിയാൽ അവരെ വെളിയിൽ നിന്ന് തന്നെ സംസാരിച്ച് മടക്കി അയക്കുക. രണ്ടാമത്തെ കാര്യമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. അപരിചിതരിൽ നിന്ന് ഒന്നും വാങ്ങാതിരിക്കുക, അവരോട് അടുത്ത് ഇടപഴകാതിരിക്കുക. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഹൊറർ സിനിമ തരുന്ന മെസ്സേജ്. സ്ലോപ്പി ആയിട്ടുള്ള സെക്കൻഡ് ഹാഫ് ഈ സിനിമയെ പിന്നോട്ടടിച്ചു എന്നതാണ് സത്യം. ഫസ്റ്റ് ഹാഫ് വളരെയധികം എൻഗേജിങ് ആയിരുന്നപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചൈൽഡിഷ് ആണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഇത്തരം സംഭവങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നടന്ന ഇലന്തൂർ നരബലിയും കട്ടപ്പന ഇരട്ടക്കൊലപാതകവും ഒക്കെ ഓർമ്മ വന്നത്. അപ്പോൾ കഥ സത്യവുമാകാം, സത്യം കഥയുമാകാം. അതുകൊണ്ട് സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളിൽ സത്യമില്ല എന്ന് നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഷെയ്ത്താൻ എന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ബേസ് ചെയ്ത എൻഗേജിങ് ആയ ഫസ്റ്റ് ഹാഫ് ഉള്ള ടോട്ടാലിറ്റിയിൽ 1 ടൈം വാച്ചബിൾ മാത്രമായിട്ടുള്ള ഒരു സിനിമ, ഒരു ഹൊറർ സിനിമയാണ് ഷെയ്ത്താൻ. ഹൊറർ ജോണറിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്യാം. താങ്ക് യു.